കാണുന്ന വെള്ളത്തിലേക്ക് ഈ ലൈറ്റിനെ ഇങ്ങനെ ഇറങ്ങില്ലല്ലോടാ, ഇങ്ങനെ ഇറക്കി നോക്കുകയാണ്. എന്തിന്? ഇതാ ലൈറ്റിന് വല്ല കംപ്ലൈന്റ് വരുന്നുണ്ടോ? സാധാരണ രീതിയിൽ വീടുകളിൽ എക്സ്റ്റീരിയറിൽ അടിപൊളിയായിട്ടുള്ള ലൈറ്റ് കൊടുക്കും. 1-2 മാസം കഴിയുമ്പോൾ മഴ പെയ്താൽ അത് അങ്ങ് കേടുവരും. ഇതൊരു തലവേദനയാണ് അല്ലേ? പക്ഷെ ഈ കാണുന്ന FLCയുടെ ബ്രാൻഡഡ് ലൈറ്റ് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ്. IP66 എല്ലാം പ്രീമിയം സാധനങ്ങളാണ്. പ്രീമിയം, അതായത് ഇതിന്റെ ഹൗസിംഗ് അലുമിനിയം ആണ്. ഇതിന്റെ പിന്നെ ഡ്രൈവ് വരുന്നത് സർജ് പ്രൊട്ടക്ഷൻ വരുന്നതാണ്. ഇതിന്റെ ഉള്ളിൽ ഒപ്റ്റിക്സ് വരുന്നത് ഷിൻലാൻഡ് GR ഒപ്റ്റിക്സ് അങ്ങനെ പറഞ്ഞ വരുന്നത്. ഡൗൺ ലൈറ്റ് ഉണ്ട്, COB ഉണ്ട്, മാഗ്നറ്റിക് ലൈറ്റുകൾ ഉണ്ട്. COB തന്നെ ഒരു 10-15 ഐറ്റംസ് ഉണ്ട്. ഒരുപാട് ഓരോ ആംഗിളിൽ ഓരോ ഡിഫറെന്റ് കളർ ഡിഫറെന്റ് പാറ്റേണിൽ വരുന്ന ലൈറ്റുകളാണ്. ട്രാക്ക് ലൈറ്റ് ആണ്. ഇത് മാഗ്നറ്റിക് ട്രാക്ക് ലൈറ്റ് ആണ്. ഇത് പിന്നെ ഡിമ്മബിൾ ട്യൂണബിൾ ആണ്. മൊബൈലിൽ കണക്റ്റഡ് ആണ്. ആ ലൈറ്റ് ബ്രൈറ്റ്നസ് അങ്ങനെ പറഞ്ഞു. ഇനി അത് മോഡൽ ഷിൻലാൻഡ് ഇങ്ങനത്തെ ഒപ്റ്റിക്സ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അത് ആംഗിൾ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ലൈറ്റ് കറക്റ്റ് ആയിട്ട് ഔട്ട്പുട്ട് കിട്ടും. അതുപോലെ ഇപ്പൊ നമ്മള് ലോക്കൽ ഐറ്റംസ് ആണെങ്കിൽ ഇതിൽ വരുന്ന ഐറ്റം ആണോ, അത് പ്ലാസ്റ്റിക് ആണ്. പ്ലാസ്റ്റിക് ആണ്. അപ്പൊ ഓരോന്നിനും മാറ്റം. അതായത് ഇപ്പൊ ഇനിയിപ്പോ നിങ്ങളുടെ പ്രൊഡക്റ്റുകളുടെ പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ബ്രാൻഡഡ് ആണോ വലിയ വിലയെന്ന ആൾക്കാർക്ക് എങ്ങനെയാണ്? അതായത് നോർമൽ പിന്നെ ആൾക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് ഇതിനുള്ളൂ. ഇതുവരെ പ്രൊജക്ട് വൈസിൽ ആർക്കിടെക്ട്സിന് ഡയറക്റ്റ് ചെയ്തിരുന്നത് അല്ലേ? ഡീലർഷിപ്പ് കൊടുക്കുന്നുണ്ടോ? ഡീലർഷിപ്പ് കൊടുക്കുന്നുണ്ട്, ഓൾ കേരള കൊടുക്കുന്നുണ്ട്.